ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എൻ്റെ ബാഗിൽ എന്തെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ച വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ആക്ച്വലി ഞാൻ നോർമലി പോകുമ്പം ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഐ തോട്ട് കുറച്ചും കൂടെ സാധനം എൻ്റെ അകത്ത് വെച്ചേക്കാം എന്നുള്ളത്. ആൻഡ് യൂഷ്വലി അത്രയ്ക്കും തിങ്സ് ഒന്നും എൻ്റെ അകത്ത് കാണത്തില്ല, എന്നാലും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാണും. സോ ദിസ് ഈസ് മൈ ബാഗ്. അത്യാവശ്യം വലിയൊരു ബാഗാണ്. ഓക്കെ, ബാഗ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് മിന്ത്രയിൽ നിന്നാണ് മേടിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സൂക്കിൻ്റെ ഡൂപ്പ് എന്ന് പറഞ്ഞ നല്ല റൈമിങ് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടെ ഞാൻ വെച്ചതാണ്. ചുമ്മാ ഡ്രാമ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ പറയുന്നു. ഓക്കെ, ഫസ്റ്റ് വാലറ്റ്. ഇതിൽ ഞങ്ങളുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ കാർഡ്സ് ഉണ്ട്. കാർഡിൽ അത്യാവശ്യം കാർഡ്സ് ഉണ്ട് എൻ്റെ അകത്ത്. അച്ഛൻ, അമ്മ, ഞാൻ. ദെൻ പാൻ കാർഡ് ഉണ്ട്. ഇത് ലൈബ്രറിയിലെ ഐഡൻറ്റിറ്റി കാർഡ്, സെൻട്രൽ ലൈബ്രറിയിൽ മെമ്പറാണ്. ദെൻ ഇതെന്തോ ഡോളർ എന്തോ ആണ്. ഡോളറോ ഏതോ കൺട്രിയുടെ എന്തോ കറൻസിയാണ്. പിന്നെ ATM കാർഡ്, മൈ ആധാർ. നിങ്ങളൊക്കെ ആധാറിൻ്റെ ഫോട്ടോ എങ്ങനെയാണ്? എൻ്റേത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത്. ഫസ്റ്റത്തെ ആധാർ എടുക്കുന്ന ടൈം ഐ വാസ് സ്മോൾ. ഞാൻ 7th സ്റ്റാൻഡേർഡിലോ 6th പഠിക്കുമായിരുന്നു. സോ അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. സോ പിന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് ട്രാവൽ കാർഡാണ്. നമ്മുടെ KSRTCക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെന്താ, അയ്യോ എനിക്ക് ഏറ്റവും സങ്കടം വരുന്ന ഇതാണ്, നമ്മുടെ പഴയ നോട്ട്. ഐ തിങ്ക് ഇതൊരു അറൗണ്ട് 2000 എന്തോ എമൗണ്ട് എൻ്റെ അകത്തുണ്ട്, നമ്മുടെ പഴയ നോട്ട്. സോ ഇതാണ് ഇത്ര എൻ്റെ അകത്ത്. പിന്നെ ഒരു സ്പെറ്റ്സ് ഉണ്ട്. സ്പെറ്റ്സ് എന്ന് വെച്ചാൽ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും അല്ലാതെ ഇങ്ങനെ സിസ്റ്റം എന്തെങ്കിലും യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഞാൻ സ്പെറ്റ്സ് യൂസ് ചെയ്യും. ഇത് ബ്ലൂറേ വന്നിട്ടുള്ള ലെൻസാണ്. എങ്ങനെയുണ്ട്? ഒരു ബുദ്ധിജീവിയുടെ ലുക്കുണ്ട്. സോ അത്. ആൻഡ് നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഈ ബുക്സ്. ഞാൻ അത്യാവശ്യം എഴുതുന്നതൊക്കെ കൂട്ടത്തിലാണ്. ഇപ്പോൾ കുറവാണ്. പണ്ടാണ്, ഒരു സ്കൂൾ ടൈമിലൊക്കെയാണ് അത്യാവശ്യം ഞാൻ എഴുതുമായിരുന്നു. പോയംസ്, സോങ്സ്, അങ്ങനെയൊക്കെ. പിന്നെ എന്തെങ്കിലും സ്റ്റോറി കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫായിട്ടൊക്കെ എഴുതി വയ്ക്കും. സോ അതിനെന്തെങ്കിലും എഴുതാൻ വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല, ഇറ്റ്സ് വെരി ബ്ലാങ്ക്. ബട്ട് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്നതാണ്. സോ പിന്നെ ഒരു കോംബ്. ആക്ച്വലി ഞാൻ പണ്ടൊക്കെ ഭയങ്കര ഈ പ്ലാസ്റ്റിക് കോമ്പൊക്കെ വെച്ചാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഹെയറിന് നല്ലതല്ല, എസ്പെഷ്യലി സ്കാൽപ്പിൽ നല്ലതല്ല. സോ വുഡൻ കോമ്പ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്താണ്, ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കും, നല്ലതാണ്. ദെൻ ഓക്കെ, ഇത് ആക്ച്വലി തീരാറായി. ഇത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെയും കഴിക്കാം, റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാം. ഞാൻ വെറുതെ കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. സോ ദെൻ പിന്നെ ഒരു പെർഫ്യൂമുണ്ട്. ഫാസ്റ്റ് ട്രാക്കിൻ്റെ പെർഫ്യൂമാണ്. നല്ല ഫ്രാഗ്രൻസ്, അടിപൊളി സ്മെല്ല്. സോ ദെൻ ഇതെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാൻ ഹെയർ ലൂസായിട്ടായിരിക്കും ഇട്ടേക്കുക. സോ അപ്പോൾ എന്തെങ്കിലും ലൈക്ക് ഒന്ന് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ടൈ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലച്ചാണ് കൂടുതലിഷ്ടം. സോ അത്. ആൻഡ് ഓക്കെ, ഒരു മിററുണ്ട്. ഇതിങ്ങനെ കണ്ണടയുകയും തുറക്കുകയും ചെയ്യും, കണ്ടോ? ഓക്കെ, then tissue, yeah,
ഒന്നുകിൽ കയ്യിൽ എപ്പോഴും ഒരു ഹാൻഡ് കർച്ചീഫ് കാണും, അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യും. സോ ദെൻ ഇത് വന്നിട്ടൊരു ലാക്മിയുടെ പീച്ച് ക്രീമാണ്. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യും. സോ ഓക്കെ, ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതില്ലാതെ ഞാൻ പുറത്തിറങ്ങൂല. അത് എസ്പെഷ്യലി ഈ വെയിലുള്ള സമയത്ത് ഞാൻ പുറത്തിറങ്ങത്തേ ഇല്ല. കുട ഇല്ലാതെ ഞാൻ ഒരിടത്തും പോകത്തില്ല. ഇപ്പോൾ ഞാൻ കോളേജിലാണെങ്കിലും ഹോസ്റ്റലിൽ നിന്നാണ് കോളേജിലോട്ട് പോകുന്നത്, തൊട്ടടുത്ത്. അപ്പം പോലും ഞാൻ കുട ഇല്ലാണ്ട് പോകത്തില്ല. അപ്പം പറഞ്ഞത് ആ കുടയും കൊണ്ട് ഒരാൾ വന്ന്. സോ അത് കുട ജോൺസിൻ്റെ. അതുപോലെ തന്നെ ഏറ്റവും എന്താ പറയുക, ഇപ്പോഴത്തെ ചൂടിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ മസ്റ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സൺസ്ക്രീൻ ഉണ്ട്. ഇത് ഹൈഫൻ്റെ ആണ്. സൺസ്ക്രീൻ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി കാണും. ഒന്നും കൂടി ഉണ്ട്. വാസ്ലിൻ്റെയും കൂടെ ഒരു സൺസ്ക്രീൻ ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഒരു സിറം ഉണ്ട്, ഹെയർ സിറം. സോ പിന്നെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട്, കിമിരിക്കയുടെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഹാൻഡൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും, സോ അപ്പോൾ യൂസ് ചെയ്യാനാണ്. ദെൻ അതിൻ്റെ തന്നെ ഒരു ലോഷനും ഉണ്ട്. അത് കുറച്ചും കൂടി എന്താണ്, കുറച്ച് ഹാർഡാണ്. ഇത് കുറച്ചും കൂടെ ക്രീമി ടെക്സ്ചറാണ്. സോ എനിക്ക് കുറച്ച് ഡിവോഷണൽ ആവാം. ഇത് വന്നിട്ട് നമ്മൾ ബൈബിൾ വേർഡ്സ് വരുന്ന കാർഡ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനങ്ങനെ ബൈബിള് വായിക്കുന്നത് കുറച്ച് കുറവാണ്. സോ അപ്പോൾ ഇങ്ങനെ കാർഡ്സ് എടുത്തിട്ട് അതിൽ ഓരോ വാക്യങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ എടുക്കും. സോ ഇപ്പം വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാം എന്ത് വരുന്നതെന്ന് നോക്കാം. ഇന്നലെ ഞാൻ എടുത്തപ്പോൾ എല്ലാം എന്തോ എന്താ പറയുക, കുറച്ച് വാർണിംഗ് ഒക്കെ തരുന്ന പോലെയൊക്കെയുള്ള അങ്ങനെ എന്തൊക്കെയാണ് വന്നത്. ഓക്കെ, റാൻഡംലി നമുക്കെടുക്കാം. ഓക്കെ, ജലത്താലും ആത്മാവിനാലും ജയിക്കുന്നുവെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇതുപോലെയൊക്കെ തന്നെ ഇന്നലെ വന്നു, എന്താണെന്തോ. ഓക്കെ, അപ്പോൾ അത് സോ പിന്നെ ഇനി നമുക്ക് കുറച്ച് ഹെൽത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോകാം. ഇത് സ്ട്രെപ്സിൽസ് ആണ്. എനിക്ക് തൊണ്ടയ്ക്ക് എപ്പോഴും പ്രശ്നം വരാറുണ്ട്. അതായത് ഇപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ തൊണ്ടയ്ക്ക് വേദന വരും, ഭയങ്കര ത്രോട്ട് വന്നിട്ടിങ്ങനെ. അപ്പോൾ ഞാനൊരു സൗണ്ട് ഉണ്ടാക്കും, ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എവിടെ നീ സൗണ്ട് വരുന്നത്. അപ്പോൾ അപ്പോൾ ഇതാണ് ഒന്നും തവള കരയുന്ന പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ത്രോട്ടിന് കുറച്ച് റിലീഫ് കിട്ടുന്ന പോലെ തോന്നുന്നത്. സോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യും. ദെൻ ഒരു അത്തർ കിടപ്പുണ്ട്. ഓക്കെ, ഇത് മുല്ലപ്പൂവിൻ്റെ ഒരു അത്തറാണ്. എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. ആൻഡ് അടുത്ത ഇത് ബോറോലൈൻ. ഇത് പക്ഷെ നല്ലൊരു സാധനമാണ്, ഭയങ്കര അഫോർഡബിളാണ്. എനിക്ക് തോന്നുന്നു 40 rupees എന്തോ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചാപ്ഡ് ലിപ്സ്, ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആവട്ടെ, ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഈ ചൂട് കാരണം പൊരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇത് ബെസ്റ്റാണ്. ആൻഡ് പിന്നെ ഓ മൈ ഗോഡ്, അത്യാവശ്യം തലവേദന വരുന്ന കൂട്ടത്തിലാണ് ഞാൻ, എക്സ്പെഷ്യലി ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞു. സോ എനിക്ക് വിക്സും, ആൻഡ് ഇത് തലവേദനയ്ക്കല്ല, ഇതല്ലാതെ എനിക്കിങ്ങനെ ഇൻഹേൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെപ്പോഴും ഉണ്ടാവും. ആൻഡ് ഇൻ കേസ് എനി എമർജൻസീസ്, ചെറിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ബാൻഡേഡ്. ആൻഡ് ഇതും എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, ഓർബിറ്റ്. സ്മെൽസ് ഗുഡ് now. The last one, my makeup pouch. ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ബാഗിൽ കാണത്തില്ല. ഇപ്പം എന്തായാലും വാട്ട്സ് ഇൻ മൈ ബാഗ്, വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ച് കാണിക്കുന്നതുകൊണ്ട് എൻ്റെ അകത്ത് ചെക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനവും എൻ്റെ അത് സ്റ്റഫ് ചെയ്ത്. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കേ, ഫസ്റ്റ് വന്നിട്ടൊരു കോമ്പാക്ട് പൗഡറാണ്, മെബിലൈൻ്റെ ഒരു കോമ്പാക്റ്റാണ്. ഓഫ് കോഴ്സ് മിററൊക്കെ വന്നിട്ട് ഒരു കോമ്പാക്റ്റ്.
ആൻഡ് ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല, BB ക്രീമാണ് ഇടുന്നത്. സോ ദർസ് എ BB ക്രീം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. കോമ്പാക്റ്റ് വന്നിട്ട് മെബിലൈൻ്റെ ആയിരുന്നു. ഓക്കെ, ദെൻ നിവ്യയുടെ ഒരു ലിപ് ബാം. ഇത് ആക്ച്വലി അടിപൊളിയാണ്. എന്നുവെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റായിട്ട് അങ്ങനെ കിടക്കും, ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് കുറച്ചൊരു ചെറിയ രീതിയിലൊരു കളറും ഉണ്ടാവും. ആൻഡ് ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു കൺസീലറാണ്. ആക്ച്വലി എൻ്റെ ഈവൻ സ്കിൻ അല്ല. സോ എനിക്കിവിടെ ഡാർക്സ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അത് PCOD റിലേറ്റഡാണ്. സോ അപ്പോൾ അതിന് ഈ കൺസീലർ യൂസ് ചെയ്യും. ആൻഡ് കൺസീലറിൻ്റെ കൂടെ തന്നെ ഒരു കളർ കറക്റ്റർ, ഇത് പ്രോ കൺസീലറിൻ്റെ ഒരു കളർ കറക്റ്ററാണ്, അത് യൂസ് ചെയ്യും. എന്നിട്ടായിരിക്കും കൺസീലർ ഇടുന്നത്. സോ ഇതുണ്ട്. ആൻഡ് ഇതൊരു മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് ഇത് ഷുഗറിൻ്റെ ആണ്. അടിപൊളിയാണ്. കുറച്ചൊരു ഹൈലൈറ്റിങ് ഒരു ഫീച്ചർ തരും. ഒരു ഇച്ചിരി കുറച്ച് ഒരു എന്താ പറയുക, കുറച്ച് തിളങ്ങുന്ന പോലെയൊക്കെ തോന്നും. ആൻഡ് ഇതെൻ്റെ ഐബ്രോ പെൻസിൽ. ഇതിൻ്റെ ക്യാപ്പ് പോയി എവിടെ. ഇത് എൻ്റെ ബ്രഷ്. ആൻഡ് ഇത് വന്നിട്ട് എൻ്റെ പെൻസിൽ. ഇത് മാസിൻ്റെ ആണ്. സോ ഇനി വന്നിട്ട് മെബിലൈൻ്റെ ഒരു കാജൽ. ഇത് നല്ലതാണ്. ഞാൻ ഒരുപാട് കാജൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മിക്കതും സ്മഡ്ജാവും. ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ സ്പ്രെഡായിട്ട് ഒരുമാതിരി നാഗവല്ലിയ പോലെയൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഇത് സ്മച്ച് പ്രൂഫാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റുമാണ്. ദെൻ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് വന്നിട്ട് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. സ്വിസ് ബ്യൂട്ടിയുടെ വാട്ടർ പ്രൂഫ് ഐലൈനർ. ഓക്കെ, സോ ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ആക്ച്വലി മസ്കാര. അവൻ്റെ ഇത് രണ്ടും കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് പഴയതാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം. ഇത് മാസിൻ്റെ. ഇതും അടിപൊളിയാണ്, നല്ല രസമാണ്. ഭയങ്കര നല്ല ലോങ് ആയിട്ട് നമുക്ക് ലാഷസ് വരും. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് ഞാൻ ഇതൊരു യൂസ് ചെയ്തില്ല, അവർ നല്ലതെന്ന് പറഞ്ഞേ. ഓക്കെ, ഇത് ക്യൂട്ടായിട്ടൊരു സാധനം, ബിന്ദി. ഞാൻ പൊട്ടില്ലാതെ ഒരിടത്തും പോകത്തില്ല. ഒരു ചെറിയ പൊട്ടെങ്കിലും എനിക്ക് വെച്ചില്ലെങ്കിൽ എനിക്കൊരു ഡിസ്കംഫോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പം പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചിലപ്പോൾ ജീൻസൊക്കെ ഇടാൻ നേരത്ത് എൻ്റെ അകത്ത് വയ്ക്കില്ല, എന്നാലും എനിക്ക് പൊട്ട് ഇഷ്ടമാണ്. സോ അടുത്ത് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ്. 2 എണ്ണം ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. അതിൻ്റെ കോലം കണ്ടാൽ അറിയാം. ഇത് ഡാസ്ലറിൻ്റെ എറ്റേണയുടെ ആണ്. അത് ഓൾമോസ്റ്റ് തീർന്നു. ഇത് ലാക്മിയുടെ. ഇത് ആക്ച്വലി എനിക്ക് ഒട്ടും മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്ക് അവിടെ ഉള്ള സാധനം നമുക്ക് അടിച്ചേൽപ്പിക്കണമെങ്കിൽ അവർ പറയും, ഇത് തന്നെയാണ് മാം, ഇത് തന്നെയാണ് മാം പറഞ്ഞ കളർ, ഇത് തന്നെയാണ് മാം ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്കും ഓക്കെ അവർക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, നമുക്കത് അടിച്ചേൽപ്പിച്ച് തരുന്നു, വോട്ട് എവർ. നമ്മൾ വന്നിട്ട് ഇത് അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ ഷെയ്ഡല്ല, ഇത് കുറച്ചും കൂടി ഈവൻ ഡാർക്കറാണ് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അപ്പോൾ പിന്നെ അറിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാൻ നേരം നമുക്ക് എന്ത് ദേഷ്യം വരും. എപ്പോഴും നമ്മളെപ്പോഴും അവർ ഓർക്കും, ഇവരെന്തിനാ ഇങ്ങനെ പറ്റിച്ച്, ഇവരെന്തിനാ ഇങ്ങനെ തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എന്താ ഈ ആൾക്കാർ മനസ്സിലാകാത്തതെന്നുള്ളത് എനിക്കറിയില്ല. സോ ഇനിയിപ്പോൾ ലൈറ്റായിട്ട് ഇടാം, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ആൻഡ് ഒരു ലിപ്പ് ലൈനറുണ്ട്, അതും മാസിൻ്റെ ആണ്. ലിപ്പ് ലൈനർ. ആൻഡ് ഒരു ലിപ്പ് ഗ്ലൗസ് ഉണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ആണ് ഒരു ലിപ്പ് ഗ്ലൗസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇതും ഡാസ്ലറിൻ്റെ തന്നെ ഒരു മേക്കപ്പ് റിമൂവർ ക്രീമാണ്. ഇത് ആക്ച്വലി ഈ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഇത് കിട്ടിയതാണ്, അല്ലാതെ ഒന്നും ഞാൻ വാങ്ങത്തൊന്നുമില്ല. അല്ലാതെ ഞാൻ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞോളാം, എനിക്കിങ്ങനെ ഇതൊന്നും വേണ്ട. സോ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ സ്കാലി. അപ്പോൾ എൻ്റെ മേക്കപ്പ് ബോക്സിലിരുന്ന ഐറ്റംസ് ഒക്കെ ഇത്രയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ.
ഇറ്റ്സ് വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞാനും ചെയ്തത്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.